ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. CSFന്റെ ഡ്രൈവർ വേക്കൻസി വന്നിരിക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായ എല്ലാ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. ഈ ഒരു ഡ്രൈവർ വേക്കൻസിയിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് ലിമിറ്റ് എന്താണ്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2025 അന ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിൽ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 2025 ഇനി വരാൻ പോകുന്ന ആർമി GD ട്രേഡ്സ്മാൻ ടെക്നിക്കൽ NA ഓഫീസ് അസിസ്റ്റന്റ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ 2025 RPF, CSF, നേവി SSR ആൻഡ് MRNA ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നേവി SSRന്റെ ടോട്ടൽ ഫീസ് 4000 ആണ്. ഈ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ കുട്ടികളെ ആർമി നേഴ്സിംഗിൻ്റെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആർമി നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്, എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിൻ്റെയും ഇവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ എക്സാമിന് വേണ്ടി നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കേണ്ട, കാരണം ഈ തവണ 100% ഷുവർ സെലക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഇനി അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റിലോട്ട് പോകാം. നിങ്ങളിവിടെ കാണുന്നത് CSFന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ മറ്റ് ഒരു യൂട്യൂബ് ചാനലിൽ ലഭിക്കാത്ത രീതിയിലായിരിക്കും എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാണ് ഇതിൻ്റെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന്. കുട്ടികളെ, ഇന്നലെ മുതൽ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഫെബ്രുവരി 3 മുതൽ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 4 ആണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഈവൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് എന്താണ് ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ കണ്ടതിന് ശേഷം അവർ കൂടി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്, ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലി ആൺകുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റാർട്ട് ആവുന്നത് 21,700 മുതലാണ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക് പേ ആണ്. ടോട്ടൽ സാലറി എല്ലാം കൂട്ടി വരുമ്പോൾ അറൗണ്ട്ലി 40,000 to 45,000 അടുത്ത് വരുന്നതാണ്. എത്രയാണ്? 40,000 to 45,000 അടുത്ത് വരുന്നതാണ് CSFന്റെ ഈ ഒരു ഡ്രൈവർ വേക്കൻസിയിലെ സാലറി എന്ന് പറയുന്നത്. നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു ജോബ് തന്നെയാണ് ഇത്. പെർമനന്റ് ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗിലെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ അറിയിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ടോട്ടൽ 2 പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നെയിം ഓഫ് പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ആണ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആൻഡ് സെക്കൻഡ് ആണ് കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ. ഈ 2 ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി 1124 ആണ് വന്നിരിക്കുന്നത്. നല്ല വേക്കൻസി ഉണ്ട്. ആർമി GDയുടെ കാര്യം എടുത്താൽ അവിടെ വേക്കൻസി 480, 600 അല്ലെങ്കിൽ 700 അടുത്താണ് വരുന്നത്. ഇവിടെ നോക്കൂ, വേക്കൻസി നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കണം. നല്ലൊരു വേക്കൻസിയാണ് ഇത്, കേട്ടോ കുട്ടികളെ. അപ്പോൾ ടോട്ടൽ 2 പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് ഏജ് ലിമിറ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് നോട്ടിഫിക്കേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും ഏതൊക്കെ ഡേറ്റ് ഓഫ് ബർത്തിന് ഇടയിൽ ജനിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്കിവിടെ നോക്കാം. ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 21 മുതൽ 27 വരെ ഏജ് ഉള്ളവർക്കാണ്. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഏജ് കണ്ടുപിടിക്കണം. അത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 4/3/2004 4/3/1998 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റിന് ധൈര്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. CSFന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വേണം നിങ്ങൾ ഇത് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഫീസിന്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കുക. ഈ ഡേറ്റ് ഓഫ് ബർത്തിനിടയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് മെട്രിക്കുലേഷൻ. അതായത് 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ട്. ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത് ഡ്രൈവറിനാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് ഡ്രൈവറും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്കും പമ്പ് ഓപ്പറേറ്ററും. ഡ്രൈവിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫയർമാൻ എന്നൊരു ജോബിലേക്ക്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം, പിന്നെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഈ 3 ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ
നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെയൊക്കെ ഡ്രൈവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടോട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും അപ്ലൈ ചെയ്യട്ടെ. 2024 ഇതേ രീതിയിൽ BRR ഒരു ഡ്രൈവർ വേക്കൻസിയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ തവണയും എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ട്രേഡിലേക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ 10ാം ക്ലാസ് പാസ്സായാൽ മതി. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സെലക്ഷൻ പ്രോസസ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്ന് മുതലാണ് ഓപ്പൺ ആയിരിക്കുന്നത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്. ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏജ് ലിമിറ്റും പറഞ്ഞു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഡ്രൈവിംഗ് ലൈസൻസും പറഞ്ഞു. ഇനി നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്താണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ PT PST ആണ്, പിന്നെ ഡോക്യുമെന്റേഷൻ ആണ്, പിന്നെ ട്രേഡ് ടെസ്റ്റ് ആണ്. മനസ്സിലായല്ലോ കുട്ടികളെ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ PT PST അതായത് ഫിസിക്കലാണ്, അതിനുശേഷം ഡോക്യുമെന്റേഷൻ ഉണ്ട്, അതിനുശേഷം ട്രേഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് ടെസ്റ്റ് ആണ്. അതിനുശേഷമാണ് പിന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത്, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയുമാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഈ ഓരോ കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഈവന്റ് ആണ് PST, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിരിക്കും അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ, EWS, SC ആൻഡ് OBC എന്നീ കാറ്റഗറിയിൽ പെടുന്ന ആൺകുട്ടികൾക്ക് ടോട്ടൽ വേണ്ട ഹൈറ്റ് ആണ് 167 സെന്റിമീറ്റർ, ചെസ്റ്റ് 80 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം, വിത്ത് എക്സ്പാൻഷൻ 85 സെന്റിമീറ്റർ. അതായത് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ എക്സ്ട്രാ ഉണ്ടായിരിക്കണം. ഇനിയാണ് ST കാറ്റഗറിയിൽ പെടുന്ന ആൺകുട്ടികൾക്ക് വേണ്ട ഹൈറ്റ് ആണ് 160 സെന്റിമീറ്റർ. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് PET, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത്. മനസ്സിലായാലോ? നിങ്ങൾ ഓൺലൈനിൽ ഫോം ഫില്ല് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നു, നിങ്ങൾ പോയി ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്നു. ആദ്യം ഫസ്റ്റ് ഇവന്റ് നിങ്ങൾ ക്രോസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ PET ടെസ്റ്റിനകത്ത് വരുന്ന ഇവന്റുകളാണ് 800 മീറ്റർ റണ്ണിംഗ് 3 മിനിറ്റ് 15 സെക്കൻഡിൽ ലഭിക്കും, ലോങ് ജംപ് 11 ഫീറ്റ്, ഹൈ ജംപ് 3 ഫീറ്റ് 6 ഇഞ്ചസ്. റണ്ണിങ്ങിന് 1 ചാൻസ് ആണ്, പിന്നെ ലോങ് ജമ്പിന് ഹൈ ജമ്പിന് നിങ്ങൾക്ക് ഇവിടെ 3 ചാൻസ് വീതം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ PETയും അതുപോലെ തന്നെ PST ടെസ്റ്റ് നിങ്ങൾ പാസ്സായാൽ പിന്നെ നിങ്ങളെ നെക്സ്റ്റ് വരുന്നതാണ് ട്രേഡ് ടെസ്റ്റ്. ട്രേഡ് ടെസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ലൈറ്റ് വെഹിക്കിൾ, പിന്നെ ഹെവി വെഹിക്കിൾ, പിന്നെ പ്രാക്ടിക്കൽ നോളജ്. ഇതിനെല്ലാം നിങ്ങൾ ക്വാളിഫയിങ് മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് ഫേസ് ക്രോസ് ചെയ്യത്തുള്ളൂ. അതായത് ഈ ഓരോ ടെസ്റ്റിലും ടോട്ടൽ മാർക്ക് 50 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 25 മാർക്കെങ്കിലും നിങ്ങൾ നേടിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ റിട്ടേൺ എക്സാമിനകത്തോട്ട് എന്താണ് പ്രവേശിക്കാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇവിടെ നിങ്ങളുടെ ലൈറ്റ് വെഹിക്കിളിന് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്, ഹെവി വെഹിക്കിളിന് ഉണ്ടായിരിക്കുന്നതാണ്, പിന്നെ പ്രാക്ടിക്കൽ നോളജ്. വണ്ടിക്ക് ഏതെങ്കിലുമൊക്കെ റിപ്പയർ വന്നാൽ അതെങ്ങനെ റിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ടെസ്റ്റും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതെല്ലാം ട്രേഡ് ടെസ്റ്റിൽ പെടുന്നതാണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ഫേസ് എന്താണ്? റിട്ടേൺ എക്സാമിനേഷൻ ആണ്. ഇതിനുശേഷമാണ് എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈനാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. GK ഉണ്ട്, പിന്നെ എലിമെന്ററി മാത്സ് ഉണ്ട്, പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്, പിന്നെ ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. ടോട്ടൽ മാർക്ക് 100 ആണ്, ടോട്ടൽ ക്വസ്റ്റ്യൻ 100 ആണ്. ഇതാണ് നിങ്ങളുടെ എക്സാമിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ടോട്ടൽ നിങ്ങൾക്ക് അവിടെ 2 hour ലഭിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റീവ് ആയിരിക്കും വരാൻ പോകുന്നത്. ദ റിട്ടേൺ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ടഡ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. നേറ്റീവ് മാർക്കിംഗ് ഒന്നും തന്നെ ഇല്ല. മിനിമം പെർസെന്റേജ് ഓഫ് മാർക്സ് ഫോർ ക്വാളിഫൈങ് ഫോർ നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് മെഡിക്കൽ എക്സാമിനേഷൻ വിൽ ബി ആസ് അണ്ടർ. അതായത് നിങ്ങളുടെ റിട്ടേൺ എക്സാമിൽ മിനിമം നിങ്ങൾ 35% സ്കോർ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ 33% നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. നിങ്ങൾ UR ആണെങ്കിൽ 35, SC ST OBC ആണെങ്കിൽ 33. ഇത്രയും നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുന്നത് എങ്ങനെയാണ് അതുകൂടി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 1124 ആണ്. അതിൻ്റെ 2 ഇരട്ടി കുട്ടികൾ, അറൗണ്ട്ലി 2248 കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഫൈനൽ മെഡിക്കൽ എക്സാമിനേഷനായിട്ട് സെലക്ട് ചെയ്യുന്നത്. വേക്കൻസിയുടെ 2 ഇരട്ടി കുട്ടികളെ. ആ 2248 നിന്ന് കുറച്ച് കുട്ടികൾ മെഡിക്കലിൽ ഔട്ടാവും. പിന്നെ ബാക്കി വരുന്ന കുട്ടികൾ വെച്ചിട്ട് എന്താണ്? ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടും. ആ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുന്ന കുട്ടികളാണ് പിന്നെ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും തന്നെ നമ്മുടെ കേരളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരത്തില്ല, നമ്മുടെ കേരളത്തിൽ ഓരോ കുട്ടികൾക്കും വേണ്ടി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ അഡ്മിഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയാൽ പരമാവധി ഷെയർ ചെയ്തിരിക്കണം കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറെ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.